നന്മയുള്ളവർ ഓർത്തിരിക്കുന്നത് നന്മയുള്ളവരുടെ ചരിതമാണ്. ആ നന്മയുടെ കൂടെ തിന്മയുടെ ചരിതവും നമ്മൾ ഓർത്തിരിക്കും. ആ നന്മയെ ഓർക്കുമ്പോൾ കൂടെ ഓർക്കാൻ, രാമനെ ഓർക്കുമ്പോൾ രാവണനെ ഓർക്കുന്നത് പോലെ, ശ്രീകൃഷ്ണനെ ഓർക്കുമ്പോൾ കംസനെ ഓർക്കുന്നത് പോലെ, ആ നന്മയുടെ പ്രതീകങ്ങളെ ഓർക്കുമ്പോൾ മാത്രമാണ് തിന്മയുടെ പ്രതീകങ്ങളെ ഓർക്കുന്നത്. അപ്പൊ നമ്മളുടെ മനസ്സിൽ നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ നന്മ ചെയ്തിട്ടുള്ള മുഴുവൻ ആളുകളെയും നമ്മൾ ഓർത്തിരിക്കുന്നത് എങ്ങനെയാണ്? നമ്മളുടെ മനസ്സുകളിലാണ് അവർ സ്വർഗീയത അനുഭവിച്ച് ജീവിക്കുന്നത്. നമ്മളുടെ മനസ്സാകുന്ന സ്വർഗമണ്ഡലത്തിലാണ് മരണാനന്തരം നമ്മുടെ ജീവിതം. മതങ്ങളെപ്പോലും തിരുത്തുവാൻ ശേഷിയുണ്ടായിരുന്ന നാടാണ് ഭാരതം എന്ന് ഓർക്കണം. മതവിശ്വാസത്തെ പോലും തിരുത്തുവാൻ ശേഷിയുണ്ടായിരുന്ന നാടാണ്. സർവ്വമതങ്ങളും ജനിക്കുന്നതിന് കാരണമായിരിക്കുന്ന ആ വേദം, ആദ്യമായിട്ട് വേദത്തെ ജനിപ്പിച്ച നാടാണിത്. ആ വേദത്തെ പഠിക്കുന്നവരാണ് ഇവിടെ നമ്മളെ അന്ധവിശ്വാസത്തിലേക്ക് നയിക്കുന്നത്.